നമസ്കാരം പ്രിയപ്പെട്ടവരെ. മറുനാടൻ എന്ന മാധ്യമ സ്ഥാപനം ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്ന് പലപ്പോഴും ജനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പല കാരണങ്ങളാൽ ചില വാർത്തകൾ ആരും കൊടുക്കാതിരിക്കും. അതിന് മതപരമായ കാരണം കാണും, രാഷ്ട്രീയമായ കാരണം കാണും, സമുദായ കാരണം കാണും, സാമ്പത്തിക കാരണം കാണും. എന്നാൽ അത്തരം ഒരു കാര്യത്തെയും ഗൗനിക്കാത്ത മറുനാടൻ ഇത്തരം വാർത്തകൾ നിർഭയം കൊടുക്കും. അത്തരമൊരു സുപ്രധാനമായ വാർത്ത ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തുവിടുകയാണ്. നമുക്കൊക്കെ അറിയാം കരിമണൽ കർത്തയുടെ മാസപ്പടി കേസ്. കർത്തയുടെ ഡയറി കുറിപ്പിൽ ആർക്കൊക്കെ മാസപ്പടി കൊടുത്തു എന്ന് കൃത്യമായി എഴുതി വെച്ചിരുന്നു. പിണറായി വിജയന്റെ മകൾ കർത്തയിൽ നിന്നും മാസപ്പടി കൈപ്പറ്റി എന്ന് തെളിഞ്ഞ് ഇൻകം ടാക്സ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് കർത്തയ്ക്ക് പിഴ വിധിച്ചപ്പോഴാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം ഡയറിയെക്കുറിച്ച് ചില വാർത്തകൾ വന്നു. പലരുടെയും പേര് സൂചനകൾ ഉണ്ട്. OC എന്നാൽ ഉമ്മൻചാണ്ടി, RC എന്നാൽ രമേശ് ചെന്നിത്തല, PV എന്നാൽ പിണറായി വിജയൻ എന്നൊക്കെ വാർത്ത വന്നെങ്കിലും പിണറായി വിജയൻ അത് നിഷേധിച്ചു. പിണറായിയുടെ മകളുടെ മാസപ്പടിക്കെതിരെ BJP നേതാവ് ഷോൺ ജോർജ് കോടതിയിൽ പോയി പോരാട്ടം തുടങ്ങി. ആ കേസിന്റെ അവസ്ഥ എന്താണെന്ന് വ്യക്തമായ റിപ്പോർട്ടൊന്നും നമുക്കില്ല. മാസപ്പടിയിൽ ആരുടെയൊക്കെ പേരുണ്ടെന്നും ആരും ഇതുവരെ നമ്മളോട് പറഞ്ഞില്ല. എന്നാൽ വാസ്തവം എന്താണെന്നറിയാമോ? ഈ ഡയറിയിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. അത് പുറത്തു വരാൻ ആർക്കും താല്പര്യമില്ല. ആ ഡയറിയിലെ പേരുകൾ, അതായത് ശശിധര കർത്ത മാസപ്പടി കൊടുത്തവരുടെ പേരുകൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. കർത്തയുടെ മാസപ്പടി പറ്റാത്തതായി ആരുമില്ല. രാഷ്ട്രീയക്കാരാവട്ടെ, സാമുദായിക നേതാക്കളാവട്ടെ, മാധ്യമപ്രവർത്തകരാവട്ടെ, സകലരും കർത്തയുടെ മാസപ്പടി ലിസ്റ്റിൽപ്പെട്ടു. നമ്മുടെ കടൽ തീരത്തെ കരിമണൽ നിസാര വിലയ്ക്ക് അടിച്ചുമാറ്റി ശതകോടികൾ ലാഭമുണ്ടാക്കിയ കർത്ത അതിനുവേണ്ടി അതിന് 350 കോടിയോളം രൂപ കൈക്കൂലി കൊടുത്തു. സകലർക്കും പണം വീതിച്ചു കൊടുത്താണ് ഈ തീരദേശത്തെ കർത്ത കൊള്ളയടിച്ചത്. ഇതിൽ കൊടുക്കുന്ന ഓരോ രൂപയ്ക്കും കർത്തയ്ക്ക് കണക്കുണ്ടായിരുന്നു. ആ കണക്ക് കർത്ത തീയതി വെച്ച് ആൾ വെച്ച് എഴുതി കൂട്ടിക്കൊണ്ടിരുന്നു. ആ ഡയറിയിലെ വിവരങ്ങളാണ് പുറത്തു വരാതിരിക്കാൻ സകലരും ശ്രമിക്കുന്നത്. ആ വിവരമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പുറത്തേക്ക് വിടാൻ പോകുന്നത്. ആരൊക്കെയാണ് കർത്തയുടെ മാസപ്പടി കൈപ്പറ്റിയവർ എന്ന ഞെട്ടിക്കുന്ന വിവരം തെളിവ് സഹിതം ഞങ്ങൾ പുറത്തുവിടുകയാണ്. നാളെ പ്രധാനപ്പെട്ട പല പേര് വിവരങ്ങളും പുറത്തുവിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ആർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ആ ഡയറിയിലെ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. നിയമോപദേശത്തിന് വേണ്ടി അത് സമർപ്പിച്ചിരിക്കുന്നു. ഇന്നോടുകൂടി നിയമോപദേശം കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഈ വിവരം ലോകത്തോട് വിളിച്ചു പറയാനാണ് ഞങ്ങളുടെ തീരുമാനം. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സ്വാധീനമുണ്ടാക്കാൻ ഇടയുള്ള ഈ വാർത്ത ഒരു മാധ്യമവും കൈകാര്യം ചെയ്തെന്ന് വരില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഏറ്റെടുത്തെന്ന് വരില്ല. കാരണം എല്ലാവരുടെയും തലയിൽ കോഴിയെ കട്ടവൻ്റെ പൂടയിരിപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ ആരുടെയും 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങളത് ധൈര്യപൂർവ്വം പുറത്തുവിടുന്നു. കാത്തിരിക്കുക. ഞെട്ടിക്കുന്ന പേര് വിവരങ്ങൾ മറുനാടനിലൂടെ ലോകം അറിയാൻ പോകുന്നു.